ഇന്നൊരു ചെറുപയർ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ് ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടത്. അതിൽ മണികളൊക്കെ വേർപെട്ട് കിടക്കണം. അല്ലാതെ ഇങ്ങനെ ആകെ ഉടഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റില്ല. ഇനിയിപ്പോൾ അരമുറി നാളികേരം ഞാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കി കൊണ്ടുവരാം. ഇതാണ് അതിൻ്റെ അരപ്പ്. അരച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. വെള്ളമൊന്നും ചേർക്കരുത് ഇതിലേക്ക്. ഇനി ഒരു ചട്ടി വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട്. അത് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണ്ട. ഇതേപോലെയാണ് നമുക്ക് ചെറുപയർ വേണ്ടത്. ഒട്ടും ഇങ്ങനെ ഉടഞ്ഞു പോവാതെ മണികളായിട്ട് വേർപെട്ട് കിടക്കണം. അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ്. അപ്പോൾ ഇതിനി ഇങ്ങനെ നന്നായി അത്യാവശ്യം ഒന്നാവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, വേറെ മുളകൊന്നും ഇതിൽ ചേർക്കണില്ല. ഞാൻ 3 പച്ചമുളക്, അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എരിവിന് അനുസരിച്ച് നിങ്ങളുടെ എരിവ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടാം. പച്ചമുളക്, വേപ്പില, അപ്പോൾ അതിലൊരു 2-3 വെളുത്തുള്ളി ഉണ്ടായിരുന്നു. പച്ചമുളക് ഒരു 3 എണ്ണം വലുത്. ഇപ്പോൾ ഇതായി വന്നപ്പോൾ ഞാനൊരു 4 വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. വേറെ മുളകൊന്നും ചേർക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. മണി പോലെ ഇങ്ങനെ കിടക്കണം. അത് ഇളക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഇളക്കുക. പൊട്ടി അങ്ങനെ ആകെ ഉടഞ്ഞൊരു ഇതാവാതെ നല്ല മണിയായിട്ട് കിടക്കണം. ഇത് ഇളക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് എങ്കിൽ കൂടി ഉപ്പ് പാകമാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. വലിയ ലേശം ഉപ്പ് കുറവുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിട്ട് ഇളക്കുമ്പോഴായാലും സൂക്ഷിച്ച് പൊട്ടാതെ ഇളക്കുക. എന്നാലാണ് അതിൻ്റെ ഒരു കാണാനുള്ള ഭംഗിയും ടേസ്റ്റ്. ഇതൊന്ന് ഒരു സ്വല്പം നേരം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് അടച്ച് ചെറുതീയിലൊന്ന് 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ വെളുത്തുള്ളി ഒക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ പോയിട്ട് ഒരു 1 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചെറുപയർ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.